വെറും നിസ്സാര സമയം കൊണ്ട് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയ കിടിലൻ ഒരു റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം സെയിം പാനിലോട്ട് തന്നെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് നേർമയായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ലാസ്റ്റ് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ചേർക്കാം. കൂടെ തന്നെ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങനീരായാലും മതി. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കിടിലൻ ഒരു റൈസിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അടിപൊളിയാണ് കേട്ടോ.